വളാഞ്ചേരി നഗരസഭയിലെ ഇടതു കൗൺസിലറുടെ കൃത്യവിലോപം കാരണം നിർധന കുടുംബത്തിന് വീട് ലഭിച്ചില്ലെന്ന് ഒന്നാം വാർഡ് തോണിക്കൽ മുസ്ലിം ലീഗ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. നഗരസഭ നടപ്പാക്കിയ ഭൂരഹിത ഭവനരഹിതർക്കുള്ള ഭൂമി നൽകൽ പദ്ധതിയിൽ വാർഡ് സഭയും നഗരസഭയും പാസാക്കി ലൈഫ് മിഷൻ അംഗീകരിച്ച ഗുണഭോക്തൃ പട്ടികയിൽ ക്രമക്കേട് നടന്നതായും കമ്മിറ്റി ആരോപിച്ചു. ഈ ലിസ്റ്റിൽ യഥാക്രമം 18, 19, 20, 22, 24 നമ്പറുള്ള ആളുകൾ മുനിസിപ്പാലിറ്റി വിളിച്ച യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ 3 പേർക്ക് 20, 22, 24 എന്നിവർക്ക് ഭൂമിക്കുള്ള പൈസ ലഭിക്കുകയോ ആധാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 20, 22, 24 നമ്പറുള്ള ആളുകൾക്ക്. എന്നാൽ ഇതിലുള്ള 21 നമ്പറുകാരി മറിയം ബീവി അവർക്ക് ഈ യോഗത്തിൽ പങ്കെടുത്തില്ല. അവർക്ക് ആനുകൂല്യം ലഭിച്ചിട്ടില്ല. അവർക്ക് ശേഷമുള്ള 2 ആളുകൾക്ക് ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പരാതി അതാണ്. ഈ മറിയം ബീവി എന്ന് പറയുന്നവർ വീട്ടിൽ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള 2 വിധവകൾ താമസിക്കുന്നുണ്ട്. സ്വന്തമായി വീടില്ല, ഒരു നമ്പർ കിട്ടാത്ത ഒരു കുടിലിലാണ് അവർ താമസിക്കുന്നത്. ആ കുടുംബത്തിലുള്ള ആനുകൂല്യം കൊടുക്കാതെ ലിസ്റ്റിൽ താഴെയുള്ള 2 വീടുകൾക്ക് ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ആനുകൂല്യം ലഭിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, എല്ലാവർക്കും ലഭിക്കണം. പക്ഷേ ഈ മറിയം ബീവി എന്ന ഈ 21 നമ്പറുകാരെ മാറ്റി നിർത്തിയത് എന്താണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഗുണഭോക്തൃ പട്ടികയിൽ ക്രമനമ്പർ 18 മുതൽ 25 വരെയുള്ളവർ 1-ാം ഡിവിഷനിൽപ്പെട്ടവരാണ്. ഇതിൽ 20, 22, 24 എന്നിവർക്ക് നഗരസഭയിൽ നിന്ന് ഭൂമിക്കുള്ള പണം ലഭിക്കുകയും ആധാരം രജിസ്റ്റർ നടത്തുകയും ചെയ്തിട്ടുണ്ട്. 18, 19, 20, 22, 24 എന്നിവർ നഗരസഭയിലെ ഭൂരഹിതർക്കായി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ പട്ടികയിൽ 21 ക്രമനമ്പറിലുള്ള മറിയം ബീവി യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. അതിനാൽ ഇവർക്ക് ആനുകൂല്യവും കിട്ടിയില്ല. മുൻഗണനാ പട്ടികയിൽ ഇവർക്ക് താഴെയുള്ള 2 ആളുകൾക്ക് ആനുകൂല്യം കിട്ടിയിട്ടുമുണ്ട്. 70 വയസ്സിനു മുകളിൽ പ്രായമുള്ള 2 വിധവകളടക്കം താമസിക്കുന്ന മറിയം ബീവിയുടെ കുടുംബത്തിന് ആനുകൂല്യം നിഷേധിക്കുക വഴി ഇടത് കൗൺസിലർ ഗുരുതര കൃത്യവിലോപമാണ് നടത്തിയതെന്നും മുൻഗണനാ പട്ടിക മറികടക്കാൻ ആർക്കും അധികാരമില്ലെന്നിരിക്കെ കിട്ടാത്ത പട്ടയം കിട്ടുമെന്ന് പറഞ്ഞ് പാസ്സായ ആനുകൂല്യം ലഭിക്കുന്നതിൽ നിന്ന് ഇവരെ മാറ്റി നിർത്തുകയുമാണ് ചെയ്തതെന്ന് മൂർക്കത്ത് മുസ്തഫ, റഫീഖ് തയ്യിൽ, യൂസഫ് വട്ടപ്പറമ്പിൽ, റസാഖ് നെയ്യത്തൂർ, മുസ്തഫ നെയ്യത്തൂർ എന്നിവർ പറഞ്ഞു. ഈ ചാനൽ ന്യൂസ്, വളാഞ്ചേരി. വീട്ടിലേക്കൊരു പുതിയ ഫ്രിഡ്ജ് വേണം, പക്ഷേ ഒറ്റയടിക്ക് ഇത്രയും പണം വിഷമിക്കേണ്ട. പേയ്മെന്റിൽ ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഉണ്ട്. എത്ര വലിയ പർച്ചേസും ഈസിയായി നടത്താം. നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രൊഡക്റ്റും പേയ്മെന്റിൽ നിന്ന് സ്വന്തമാക്കാം. ചെറിയ നിക്ഷേപം, വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് പേയ്മെന്റുമായി കോൺടാക്ട് ചെയ്യൂ. Paymand, making it easy. Valanjeri. Phone 9526 001 003.